രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 51ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ആരാധനക്രമ എന്ന പ്രമാണരേഖയെ രൂപീകരിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് ആരാധനക്രമ കമ്മീഷൻ്റെ നിയമനവും ചർച്ചകളുടെ വിഷയങ്ങളുടെ രൂപീകരണവും എന്ന വിഷയമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നതിന് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1960 ജൂൺ 5-ാം തീയതി കൊമ്മീസിയോ ഡി സക്കറ ലിറ്റുർജി ആരാധനക്രമത്തിന് വേണ്ടിയുള്ള കമ്മീഷനെ മാർപ്പാപ്പ നിയമിച്ചു. ജൂൺ 5-ാം തീയതിയായിരുന്നു അത്. 6-ാം തീയതി കമ്മീഷൻ്റെ പ്രസിഡന്റിനെയും നിശ്ചയിച്ചു. കമ്മീഷന് നേതൃത്വം കൊടുത്ത പ്രസിഡന്റ് കർദിനാൾ ഗെറ്റാനോ സിക്കോജിനി ആയിരുന്നു. 1960 നവംബർ 12-ന് ആരാധനക്രമ കമ്മീഷൻ്റെ അംഗസംഖ്യ 23 ചിട്ടപ്പെടുത്തി 23 പേരുള്ള ഒരു കമ്മീഷനായിരുന്നു. അവർക്ക് ഉപദേശകരായി 36 പേരെ നിയമിക്കുകയും ചെയ്തു. അതായത് വലിയൊരു അംഗസംഖ്യയുള്ള ഒരു കമ്മീഷനെയാണ് ആരാധനക്രമ നവീകരണത്തിന് വേണ്ടി മാർപ്പാപ്പ നിയമിച്ചത്. പക്ഷേ ഇങ്ങനൊരു കമ്മീഷനെ നിയമിച്ച് വൈകാതെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ലത്തീൻ വിരോധികളാണ് ഈ കമ്മീഷനുകളിൽ പെട്ടിരിക്കുന്നത് എന്നായിരുന്നു. കാരണം ലത്തീൻ ഭാഷയായിരുന്നു ആരാധനക്രമത്തിൻ്റെ ഭാഷ. ലത്തീൻ ആരാധനക്രമത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു കമ്മീഷനിൽ ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് പറയാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. എന്നാൽ ലത്തീൻ വിരോധികളാണ് ആരാധനക്രമ കമ്മീഷൻ ഉൾപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മാതൃഭാഷയോട് താല്പര്യമുള്ളവർ, മാതൃഭാഷ ആരാധനക്രമത്തിന് വേണം എന്നൊക്കെ പറയുന്നവർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി ഉയർത്തിയത് വിശ്വാസി സംഘത്തിൻ്റെ തലവനായ കർദിനാൾ ഒക്ടാവിനി ആയിരുന്നു. അതുപോലെ തന്നെ ആരാധനക്രമം ഏത് തരത്തിലായിരിക്കണം, ഏത് വിശ്വാസ സംഹിതയിൽ അടിസ്ഥാനപ്പെടണം, രക്ഷാകര സംഭവത്തിലാണോ, രക്ഷാകരം എന്ന് പറയുമ്പോൾ പെസഹാരഹസ്യങ്ങൾ, സഹനം, മരണം, ഉത്ഥാനം, അതെയോ മനുഷ്യാവതാരത്തിലാണോ, ക്രിസ്തുവിൻ്റെ ജനനത്തിൽ, അങ്ങനെയൊരു തർക്കവുമുണ്ടായി. എന്നിരുന്നാലും ആരാധനക്രമ കമ്മീഷൻ പഠനവുമായി മുന്നോട്ട് പോയി. അതിൽ പ്രധാന വിഷയങ്ങൾ മാതൃഭാഷയുടെ ഉപയോഗം, സമൂഹബലി, കുർബാന സ്വീകരണത്തിൻ്റെ ഒരു സാദൃശ്യങ്ങൾ, മെത്രാൻ സംഘത്തിന് ആരാധനക്രമ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു ചർച്ചയ്ക്കായിട്ട് ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഈ കമ്മീഷൻ ചർച്ചയ്ക്കായി വിവിധ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും റോമയുടെ കുരിയയിൽ നിന്നുള്ള മെത്രാന്മാർ ഇതിനെയൊക്കെ എതിർത്തു. ഈ കമ്മീഷൻ്റെ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുക്കണോ വേണ്ടയോ എന്ന കാര്യം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങിയപ്പോൾ തന്നെ വോട്ടിനിട്ടു. 2215 സഭാപിതാക്കന്മാരിൽ 2162 പേരുടെ പിന്തുണയോടെ തുടർ ചർച്ചയ്ക്കായിട്ട് ഈ വിഷയങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ 1962 ഒക്ടോബർ 28-ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങി വൈകാതെ തന്നെ മിലാൻ്റെ ആർച്ച് ബിഷപ്പായ മൊണ്ടേനി ആരാധനക്രമ നവീകരണം ആവശ്യമാണ് എന്നൊരു നിവേദനം മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തുടങ്ങിയതുകൊണ്ട് ആരാധനക്രമ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി സുഗമമായി മുന്നോട്ട് പോയി.